നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയ ആ നിമിഷം സുബ്ഹാനല്ലാഹ് എത്ര സുന്ദരമല്ലേ. നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപകാരം ഉണ്ടാവുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴി തന്നെ നമ്മളെക്കാളും വാർദ്ധക്യത്തിലായ ഉപ്പാപ്പ, ആ ഉപ്പാപ്പക്ക് നമുക്കൊരു സഹായം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കണ്ണുകളിലോട്ടൊന്ന് നോക്കണം. ആ ഒരു ചിരി, ആ ഒരു തിളക്കം, അതിൻ്റെ കാരണക്കാർ നമ്മളാണെന്നറിയുന്ന ഒരു നിമിഷം കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ, ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, അവരുടെ കണ്ണിൽ നിന്നും വരുന്ന ആ ഒരു ചിരി, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവമാറ്റം, ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു നന്മ, ഒരു ദിവസം ഒന്നെങ്കിലും ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരും. ഉദാഹരണം വേറെ ഒന്നുകൂടെ പറഞ്ഞു പോവാ. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മളെക്കാളും പാവപ്പെട്ടവരായ ആൾക്കാർ വഴിയരികിലിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർ നമ്മളോട് ചോദിക്കും, ഇന്ന് എനിക്ക് ചോറ് മേടിക്കാൻ പറ്റില്ല മോളെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നൊരവസ്ഥ. പലരും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. അവർ ചോദിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് അന്ന് കൊടുക്കാൻ പറ്റിയ ഒരു സമാധാനമാണ്. കാരണം അൽഹംദുലില്ലാ എനിക്ക് ഇന്നൊരാളെ സംരക്ഷിക്കാൻ എന്നാൽ കഴിയുന്ന സംരക്ഷണം, എന്നാൽ പറ്റുന്ന സഹായം ചെയ്യാൻ പറ്റി. ചെറുതായിക്കോട്ടെ അത്, വലുതായിക്കോട്ടെ അത്. പക്ഷെ ആ കൊടുക്കാൻ ആ സമയം കാണിച്ച ആ ഒരു മനസ്സ്, ആ ഒരു മനസ്സ്, ആ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത, ആ ഒരു ചിന്തയെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇത് നമുക്കും ഗുണം ചെയ്യും, നമ്മളെ ചുറ്റപ്പെട്ടവർക്കും ഗുണം ചെയ്യും. നല്ല ചിന്തകൾ വരട്ടെ, എന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു റൂഹായിട്ട് മാറ്റട്ടെ. അള്ളാൻ്റെ ഭൂമിയിലെ ഓരോ മനുഷ്യരെയും ഞാൻ പ്രത്യേകിച്ച് റൂഹുകൾ എന്നൊക്കെ പറഞ്ഞാൽ വിശേഷിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം നൽകുന്ന റൂഹുകളായിട്ട് അള്ളാഹു നമ്മളെ മാറ്റട്ടെ. അങ്ങനെ വളർന്നു വരട്ടെ നമ്മളെ മക്കളടക്കമുള്ള കുടുംബാംഗങ്ങളും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തോ അത് തന്നെ നാളെ നമുക്ക് തിരിച്ചു കിട്ടുക എന്ന ബോധത്തോടെ നല്ല ചിന്തകൾ വളരട്ടെ എന്ന് ഞാൻ നിങ്ങളുടെ മുഫി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.